ഹോർമസ് കടലിടുക്കിലെ പ്രതിസന്ധിക്ക് അയവ് വന്നിട്ടില്ല. ഇപ്പോഴിതാ മേഖലയിലെ അമേരിക്കയുടെ ഏറ്റവും അടുത്തതും പഴയതുമായ സഖ്യകക്ഷികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന സൗദി അറേബ്യ അവരിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ വാർത്തയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നതും. ഇറാനെതിരായ US-ഇസ്രയേൽ യുദ്ധം റിയാദും ടെഹ്റാനും തമ്മിൽ സംഘർഷം സൃഷ്ടിക്കാനുള്ള ബെഞ്ചമിൻ നെതന്യാഹു ആസൂത്രിതമായി നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് സൗദി രാജകുമാരൻ തുർക്കി അൽ ഫൈസൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സൗദി അറേബ്യ ആവർത്തിച്ച് വിഴുങ്ങാൻ വിസമ്മതിച്ച ഒരു കൈപ്പേറിയ ഗുളികയായിരുന്നു ഇതെന്നാണ് കഴിഞ്ഞ വാരാന്ത്യത്തിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള അറബ് ന്യൂസിൽ തുർക്കി രാജകുമാരൻ എഴുതിയത്. ഇറാനെതിരെ സൈനിക നടപടിക്ക് അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത് സൗദി അറേബ്യയാണെന്ന പൊതുബോധ്യങ്ങൾക്ക് വിരുദ്ധമായി ഹോർമസ് കടലിടുക്കിലൂടെ എണ്ണക്കപ്പലുകൾക്ക് സൈനിക അകമ്പടി നൽകാനുള്ള പ്രോജക്ട് ഫ്രീഡം പദ്ധതിക്കായി തങ്ങളുടെ വ്യോമാതിർത്തിയും സൈനിക താവളങ്ങളും വിട്ടു നൽകാൻ സൗദി ഇപ്പോൾ വിസമ്മതിച്ചിരിക്കുകയാണ്. സൗദിയുടെ ഈ നീക്കമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രോജക്ട് ഫ്രീഡം പദ്ധതി ഉപേക്ഷിക്കാൻ നിർബന്ധിതനാക്കിയതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലും. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ വിളിച്ച് നിലപാട് മാറ്റാൻ ട്രംപ് നടത്തിയ അവസാന ശ്രമവും പരാജയപ്പെട്ടതായി NBC ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന യുദ്ധം തടയുക എന്നതായിരുന്നു തുടക്കം മുതലേ സൗദിയുടെ നിലപാടെന്ന് തുർക്കി രാജകുമാരൻ തന്റെ ലേഖനത്തിൽ വ്യക്തമാക്കി. യുദ്ധം തുടങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷം CNN-നോട് സംസാരിക്കവേ സൗദി മുൻ രഹസ്യാന്വേഷണ മേധാവി കൂടിയായ ഇദ്ദേഹം നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തിയിരുന്നു. ഇത് നെതന്യാഹുവിന്റെ യുദ്ധമാണ്. അദ്ദേഹം എങ്ങനെയൊക്കെയോ ട്രംപിനെ തന്റെ കാഴ്ചപ്പാടുകളെ പിന്തുണയ്ക്കാൻ ബോധ്യപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറാനും മറ്റുള്ളവരും സൗദി അറേബ്യയെ നാശത്തിലേക്ക് വലിച്ചിടാൻ ശ്രമിച്ചപ്പോൾ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനായി അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള വേദനകൾ സഹിക്കാൻ നമ്മുടെ നേതൃത്വം തീരുമാനിച്ചു. ഹോർമുസിലെ കപ്പലുകളെ സൈനിക അകമ്പടി സേവിക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് ഈ എഴുത്ത് പുറത്തു വന്നത്. ഇറാന്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പ്രതികാരം ചെയ്യാൻ സൗദിക്ക് പൂർണ്ണമായും കഴിവുണ്ടെന്ന് മുൻ ഇന്റലിജൻസ് മേധാവി വാദിച്ചു. എന്നാൽ അത്തരമൊരു പ്രതികരണം അറേബ്യൻ ഗൾഫ് തീരത്തെ സൗദി എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളിലും ഡീസലിനേഷൻ പ്ലാന്റുകളിലും വിനാശകരമായ ആക്രമണങ്ങൾക്ക് കാരണമായേക്കാമെന്നും രാജ്യത്തിന്റെ ഉള്ളിലെ ലക്ഷ്യങ്ങൾ പോലും ലക്ഷ്യമിട്ടേക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഡൊണാൾഡ് ട്രംപ് വലിയ പ്രതീക്ഷയോടെ പ്രഖ്യാപിച്ച പ്രോജക്ട് ഫ്രീഡം പരാജയപ്പെട്ടതോടെ അമേരിക്ക ഒരു വലിയ ചതുപ്പിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും ഇതിൽ നിന്ന് പിന്മാറാനോ കൂടുതൽ മുന്നോട്ടു പോകാനോ സാധിക്കാത്ത അവസ്ഥയിലാണെന്നും ഒരു സൗദി നയതന്ത്രജ്ഞൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതാണ് ഹോർമസ് കടലിടുക്കിനെ ചൊല്ലി ഇറാനുമായുള്ള സ്തംഭനാവസ്ഥയ്ക്ക് കാരണം. ഇറാനുമായുള്ള ചർച്ചകളിലെ പുരോഗതി കാരണമാണ് താൻ പദ്ധതിയിൽ നിന്ന് പിന്മാറിയതെന്ന് ട്രംപ് അവകാശപ്പെട്ടപ്പോൾ സൗദി അറേബ്യ പദ്ധതി നിരസിച്ചതിനെ കുറിച്ച് അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു. തുർക്കി രാജകുമാരൻ വ്യക്തമാക്കിയ കാരണങ്ങൾ കൂടാതെ പ്രോജക്ട് ഫ്രീഡം നടപ്പിലാക്കിയാൽ ഹൂതികൾ സംഘർഷത്തിലേക്ക് കടന്നുവരുമോ എന്നും സൗദിക്ക് ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ സൗദി അറേബ്യയുടെ അയൽരാജ്യമായ UAE കൂടുതൽ ശക്തമായ നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. സൗദി അറേബ്യയെ പോലെ ചെങ്കടൽ വഴി ബദൽ പാതയില്ലാത്ത UAE കിഴക്കൻ തീരത്തെ ഫുജൈറ പൈപ്പ് ലൈൻ വഴി എണ്ണ കയറ്റുമതി ചെയ്യാൻ പാടുപെടുകയായിരുന്നു. അതുകൊണ്ടാണ് സൗദിയിൽ നിന്ന് വ്യത്യസ്തമായ UAE പ്രോജക്ട് ഫ്രീഡത്തെ പിന്തുണച്ചതും തുടർന്ന് ഇറാന്റെ ആക്രമണത്തിനിരയായതും. സംഘർഷം ഒഴിവാക്കാൻ ട്രംപിനെ സൗദി തടഞ്ഞത് സൗദി UAE ബന്ധത്തെ കൂടുതൽ വഷളാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. UAE ഇതിനോടകം തന്നെ ഒപ്പക്കിൽ നിന്നും പുറത്തു പോയിട്ടുമുണ്ട്. ഹോർമസ് അടഞ്ഞുകിടന്നാൽ ഏഷ്യൻ രാജ്യങ്ങളിലും വരും ദിനങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാകുകയാണ്. വിമാന ഇന്ധനത്തിന്റെ വിലയും പെട്രോൾ ഡീസൽ വിലയും വരും ആഴ്ചകളിൽ വർദ്ധിക്കും. ചരക്കു നീക്കങ്ങളിലും വില വർധന വന്നതോടെ അവശ്യ സാധനങ്ങളുടെ വിലയും വർദ്ധിക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഗൾഫ് മേഖലയെ ആശ്രയിക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളെല്ലാം സമാന പ്രതിസന്ധിയിലാണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് 80% ഇന്ധനക്കടത്തും ഹോർമസ് കടലിടുക്ക് വഴിയാണ് നടന്നിരുന്നത്. അതിനാൽ യുദ്ധം നീണ്ടാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ സ്ഥിതി കൂടുതൽ ഗുരുതരകരമാകും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.